കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഈ നഗരസഭ BJPക്ക് കിട്ടാൻ വേണ്ടി ഒരു പുതിയ തരത്തിൽ വാർഡ് വിഭജനം നടത്തി. UDF കിട്ടുന്ന വാർഡുകളെല്ലാം 17,000, 16,000 വെച്ച് വോട്ടുകളാക്കി. BJPക്ക് കൊടുക്കാൻ വേണ്ടി 3,000, 4,000 വോട്ടുകളാക്കി. കടകംപള്ളി സുരേന്ദ്രന്റെ സ്വന്തം വാർഡ് BJPക്ക് കൊടുത്തു. അതേസമയം ചാക്ക, കരിക്കകം, പേട്ട LDF ജയിച്ചിട്ട് ബാക്കി ചുറ്റുവട്ടമുള്ള വാർഡുകളെല്ലാം BJPക്ക് കൊടുത്തു. കഴക്കൂട്ടം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദ് സാർ നമ്മളോട് ചേരുകയാണ്. ഇപ്പോ പ്രചരണമൊക്കെ കൊഴുക്കുകയാണ്, അതുപോലെ തന്നെ കൊഴുക്കുകയാണ് ഡീൽ ആരോപണം. എന്താണ് ശരിക്കും CPM BJP ഡീൽ ഉണ്ടോ? എല്ലാ ചാനലിലും ചർച്ച ചെയ്യപ്പെടുന്നത്, മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ഡീലിനെ കുറിച്ചാണ്. ഈ ഡീലിന് ഒരുപാട് ചരിത്രമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉള്ള ചരിത്രം ഈ ഡീലിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 65ഓളം സീറ്റുകളിൽ BJP CPMന് വോട്ട് ചെയ്തു. അത് നിയമസഭയ്ക്കകത്ത് വളരെ ആധികാരികമായി തെളിയിക്കപ്പെട്ടതാണ്. പ്രസംഗത്തിൽ കൂടി എല്ലാ കാര്യങ്ങളും. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഈ നഗരസഭ BJPക്ക് കിട്ടാൻ വേണ്ടി ഒരു പുതിയ തരത്തിൽ വാർഡ് വിഭജനം നടത്തി. UDF കിട്ടുന്ന വാർഡുകളെല്ലാം 17,000, 16,000 വെച്ച് വോട്ടുകളാക്കി. BJPക്ക് കൊടുക്കാൻ വേണ്ടി 3,000, 4,000 വോട്ടുകളാക്കി. തിരുവനന്തപുരം സെൻട്രൽ ഉണ്ടായിരുന്ന 6ഓളം സീറ്റുകൾ ഈ കഴക്കൂട്ടത്തേക്കാക്കി. അതെല്ലാം BJPക്ക് കൊടുത്തു. കടകംപള്ളി സുരേന്ദ്രന്റെ സ്വന്തം വാർഡ് BJPക്ക് കൊടുത്തു. അതേസമയം ചാക്ക, കരിക്കകം, പേട്ട LDF ജയിച്ചിട്ട് ബാക്കി ചുറ്റുവട്ടമുള്ള വാർഡുകളെല്ലാം BJPക്ക് കൊടുത്തു. അത് കഴിഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തെയും കുറിച്ചുള്ള ഭീകരമായ അഴിമതി ആരോപണങ്ങൾ, ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിലൊന്നും എന്തെങ്കിലും ഒരു ചെറിയ കുറ്റമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസി ചാടിപ്പിടിക്കുന്നതാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരെയും. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഒരു കേന്ദ്ര ഏജൻസി ശബരിമല കാര്യത്തിൽ കമാ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ ഡീലിന്റെ തുടക്കമാണ്. ആ ഡീൽ എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. BJPയുടെ സ്ലോഗൻ എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം. CPMന്റെ സ്ലോഗൻ കോൺഗ്രസ് മുക്ത കേരളം. അപ്പൊ രണ്ടുപേർക്കും കോൺഗ്രസ് മുക്തയാണ് പ്രധാനം ബ്രാക്കറ്റിൽ. അപ്പൊ അതിനുവേണ്ടി BJP ചോദിച്ചത് 25 സീറ്റാണ്. ബന്ധപ്പെട്ട വ്യക്തമായി ആ നേതാക്കന്മാരിൽ നിന്ന് പ്രതിഷേധ നേതാക്കന്മാർ പുറത്തു പറഞ്ഞതാണ്. അവസാനം 15 സീറ്റിലേക്ക് കോംപ്രമൈസിന് ശ്രമിച്ചു. CPM ഒടുവിൽ പറഞ്ഞു 10 സീറ്റ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ 10 സീറ്റിൽ ഡീലാക്കി. അതിൽ 6ാമത്തെ സീറ്റ്, ഈ 10ൽ 6ാമത്തെ സീറ്റ് കഴക്കൂട്ടമാണ്. 10ൽ 6ാമത്തെ സീറ്റ് കഴക്കൂട്ടമാണ്. അപ്പോ ആ കഴക്കൂട്ടത്തിൽ ഇപ്പൊ തന്നെ CPM സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ്. എന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വളരെ വൈകിയാണ്. BJP സ്ഥാനാർത്ഥി 6 മാസത്തിന് മുമ്പ് 7 കൊല്ലം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോ ഈ കഴക്കൂട്ടത്തെ കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷെ 6 മാസത്തിന് മുമ്പ് വീട് വാടകയ്ക്കെടുത്ത് അദ്ദേഹത്തിന്റെ പണി തുടങ്ങി. ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിഷയം വന്ന കാലം മുതൽ LDF സ്ഥാനാർത്ഥി വീടുകളിൽ കയറി മാപ്പ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇന്നും അദ്ദേഹം ഒരു പൊതുമാപ്പ്, മന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് അത് ശ്രദ്ധിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊതുമാപ്പ് കൊടുത്താൽ മോട്ടിച്ചെന്ന് പറഞ്ഞ കുറ്റമില്ലതായി മാറും. അതാണ് കാര്യം. അപ്പോ ഇവിടെ മുരളീധരനെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ്, ആറ്റിങ്ങൽ, തൃശൂർ, പാലക്കാട് BJPയുമായി ഡീലുണ്ടായിരുന്നു. അതിൽ തൃശൂർ അവർ ജയിച്ചു, പാലക്കാട് ജയിച്ചില്ല. തിരുവനന്തപുരം അവർ BJPയെ ജയിപ്പിക്കാൻ ആലോചിച്ചതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ UDFും LDFും തമ്മിലുള്ള അന്തരവും BJPയും LDFും തമ്മിൽ അന്തരം പരിശോധിക്കും. കഴിഞ്ഞ തവണ LDFന് തീരെ വോട്ട് കുറവായിരുന്നു, വലിയ ബാക്കിലോട്ട് പോയി. ആ വോട്ടുകൾ കൂടി BJP സ്ഥാനാർത്ഥിക്ക് രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിരുന്നു. ഇപ്പൊ അതിന്റെ ഭാഗമായി പാർലമെന്റിൽ മത്സരിച്ച അതേ മുരളീധരനെയാണ് ഇപ്പോ ഇവിടെ നിയമസഭയിൽ മത്സരിക്കുന്നത്. അപ്പൊ മുരളീധരനെ ജയിപ്പിച്ചു കൊടുക്കാം. 10 സീറ്റിൽ 10 ഡീലിൽ 6ാമത്തെ ഡീലാണ് ഇവിടെ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് മുതൽ BJPക്കാർ ഞങ്ങളുടെ കൊടിതോരണങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതൊക്കെ ഡീലിന്റെ ഭാഗമാണ്. ഞങ്ങളെ മൈക്ക് ഓർഡറൊക്കെ അവിടെ സാങ്ഷൻ ചെയ്താലും പോലീസ് ഇടപെട്ട് അത് ഇല്ലാതാക്കും. അതൊക്കെ ഡീലിന്റെ ഭാഗമാണ്. പക്ഷെ എത്ര ഡീല് നടത്തിയാലും കഴക്കൂട്ടത്തെ ജനത ഒരു ഡീലിന് തയ്യാറല്ല. സാർ, ഈ ഡീൽ ആരോപണങ്ങൾ എടുത്തു നോക്കുമ്പോഴേ LDF പറയുന്നു UDF BJP ഡീൽ ഉണ്ടെന്ന് പറയുന്നു, UDF പറയുന്നു LDF BJP ഡീലാണെന്ന്. അതായത് BJP എല്ലാവരുടെയും ഉണ്ട്. അപ്പൊ BJPനെ ഭയക്കേണ്ട സാഹചര്യത്തിലേക്ക് അടക്കം എത്തിയോ കാര്യങ്ങൾ കേരളത്തിൽ? ഈ ഒരു ഡീൽ ആരോപണം അത്തരത്തിലൊരു ഭയത്തിന്റെ കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ BJP എതിർക്കുന്ന ഏത് ദേശീയ പാർട്ടിയാണ്? കോൺഗ്രസ് അല്ലാതെ. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ ഒരിക്കൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി സീറ്റ് നഷ്ടപ്പെടുത്തി. നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കുന്നതിന്റെ പേരിൽ ഇപ്പോഴും പാർലമെന്റിന് പുറത്താക്കും എന്ന് പറയുന്നു. പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് ആക്ട് ചെയ്യാത്തതുകൊണ്ട് ഒരു സ്പീക്കറെ വരെ ചെവി തൂക്കിയെടുത്ത് പുറത്തു കളയും. അപ്പൊ ഞങ്ങളുടെ ശത്രു BJP ആണ്. മതേതരത്വത്തിനെതിരെ നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ ശത്രു. ഞങ്ങൾ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു കാലത്ത് ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങുമ്പോൾ SFIയും KS സുജാൻ അതിന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. CPM-ഉമായിട്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുള്ളത്. ഞങ്ങള് ആ കാലം മാറി BJP വന്നതോടുകൂടി ഞങ്ങളുടെ യുദ്ധം മതേതര പാർട്ടികൾക്ക് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. മതേതര ഭാരതത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു ഞങ്ങൾ നടത്തിയത്. അപ്പൊ ഒരിക്കലും ഞങ്ങൾക്ക് BJP ആയിട്ട് ഡീല് നടത്താൻ പറ്റില്ല. ഇത് നാട്ടുകാർക്കെല്ലാം അറിയാം. ഇപ്പൊ ദൃശ്യമാധ്യമത്തിന്റെ കാര്യം നിങ്ങളെയൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് പോലും ആളുകൾ വിലയിരുത്തും. ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത് ശരിയാണോ നുണയാണോ അത് ആളുകൾ വിലയിരുത്തും. അതുകൊണ്ട് എനിക്ക് ചുമ്മാ വോട്ട് കിട്ടാൻ വേണ്ടി വന്ന് കള്ളം പറയാൻ പറ്റില്ല. ഇത് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വിട്ട് പ്രിന്റ് മീഡിയാസ് അടക്കം എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ പറയും തീയില്ലാതെ പുകയുമോ എന്ന് ചോദിക്കും. തീയില്ലാതെ അല്ലാതെയും പുകയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നമ്മള് കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ UDF LDF മത്സരമായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറി LDF BJP മത്സരമാണ് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് കഴക്കൂട്ടത്തെ പറയുന്നു. അപ്പോ സാറിന്റെ ഒരു വരവോടുകൂടെ UDFന് വലിയൊരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ UDF തിരിച്ചു വരികയാണ് എന്ന് പറയാനുള്ള ആത്മവിശ്വാസത്തിലേക്ക് എത്തിയോ കാര്യം? ഉണ്ടല്ലോ, ഈ മണ്ഡലം കോൺഗ്രസിന്റെ അടുത്ത ഭദ്രമായിട്ടുള്ള മണ്ഡലമാണ്. ഇവിടെ തലയക്കുന്നിൽ ബഷീർ MLA ആണ്. മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി MLA ആയി. MM ഹസൻ MLA ആയി. MB രാഘവൻ MLA ആയി. നമ്മുടെ MA വാഹീദ് MLA ആയി. ഇതെല്ലാം കോൺഗ്രസിന്റെ MLA-മാരാ. ഈ കഴിഞ്ഞൊരു 5-8 കൊല്ലക്കാലം സംഘടനാപരമായി ചെറിയ ക്ഷീണം വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു തോൽവി സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ആളുകൾക്ക് സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. പക്ഷെ നോക്കണം, പാർലമെന്റ് ആണെങ്കിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും 10 താഴെയുള്ള ഡിഫറൻസ് ആണ് ഞങ്ങൾ തമ്മിൽ ഉള്ളത്. അസംബ്ലിയിൽ LDF-ന് ലീഡ് കിട്ടും, പാർലമെന്റിൽ BJP-ക്ക് ലീഡ് കിട്ടും. ത്രിതല പഞ്ചായത്തിൽ ഞങ്ങളൊരു 7,500-8,000 വോട്ടിന്റെ പുറകിലാണ്. ആ 8,000 വോട്ടൊക്കെ മറച്ചെടുക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസമില്ല. കാരണം ഒന്ന്, ഇടതുമുന്നണി ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ ജനവികാരം, സ്വർണ്ണക്കൊള്ളയടക്കം, വിലക്കയറ്റമടക്കം, അക്രമമടക്കം, അഴിമതി അടക്കം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും വലിയ അഴിമതി കേട്ടിട്ടില്ല. ഇത് കേന്ദ്രവും പാചകവാതകത്തിനുണ്ടായ ക്ഷാമം, കൂലിവേലയ്ക്ക് പോകുന്ന ആൾക്ക് ചായ കുടിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ. ടെക്നോ പാർക്കിലുള്ള ജീവനക്കാർക്കും ഭക്ഷണം കിട്ടുന്നില്ല. എന്റെയും നിങ്ങളുടെയും വീട്ടിലും നമ്മൾ വിഭവത്തിന്റെ എണ്ണം കുറിച്ചു, നമുക്കും കിട്ടുന്നില്ല. പാചകവാതകം, SIR-ന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വേർതിരി, മതവേർതിരി, അതും നമുക്ക് താങ്ങാൻ കഴിയുന്നത്. അപ്പൊ ഗവൺമെന്റിനെതിരാണ് ഇവിടുത്തെ ജനം. ഒപ്പം ഞാൻ ദൂരം നിന്നും വന്നയാണ്. എന്റെ അമ്മ വീട് ഇവിടെയാണ്. ചേന്തിയാണ് എന്റെ അമ്മ വീട്. ഞാൻ പഠിച്ചത് ഇവിടുത്തെ ചെമ്പള്ളി കോളേജിലാണ്. എന്റെ കൂടെ പഠിക്കാത്ത, എന്റെ ജൂനിയർ സിഗ്നലിൽ പഠിക്കാത്ത ആരുമില്ല. ഞാൻ 35 കൊല്ലമായി ചെമ്പള്ളി SN കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റാണ്. ഇന്ന് അങ്ങ് പറഞ്ഞിരുന്നു ഇന്ന് കടകംപള്ളി സുരേന്ദ്രനെ പൂട്ടാൻ അയ്യപ്പന്റെ പുലി ഇറങ്ങിയിരിക്കുകയാണെന്ന്. പൂട്ടുമോ? അല്ല, ഇത് അതിന് പുലിയെ ഞാൻ ഇറക്കട്ട. ഇതൊക്കെ ദൈവഹിതമാണ്. അയ്യപ്പനെ തൊട്ട് കളിച്ചവരാരും വെറുതെ ഇരുന്നിട്ടില്ല. ഇതിനു മുമ്പ് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട കാര്യം. ശബരിമല എന്ന് പറയുന്നത് മതേതര സ്ഥാപനമാണ്, വിശ്വാസ കേന്ദ്രമാണ്. എല്ലാ മതങ്ങളിൽപ്പെട്ടവർ അവിടെ വരുന്നവരാണ്. ശബരിമലയിൽ വിഷയമുണ്ടായപ്പോ ഹൈന്ദവ ജനത മാത്രമല്ല പ്രയാസപ്പെട്ടത്,
മുസ്ലിം ക്രൈസ്തവ കാര്യം ദേവാലയങ്ങളിലേക്ക് സർക്കാരിന്റെ കരങ്ങൾ എത്തുന്നു എന്ന് വന്നാൽ അത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ മാറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ആ വികാരമുണ്ട്. ഒപ്പം എന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ, എന്റെ സുഹൃത്ത് ബന്ധങ്ങൾ, എന്റെ രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങൾ അതെന്നെ വല്ലാതെ തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആത്മവിശ്വാസമുണ്ട്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? ജനങ്ങളുടെ പ്രതികരണം ഞാൻ ഇവിടെ പള്ളികളിൽ ഇന്ന് വെള്ളിയാഴ്ച കുറേ പള്ളികളിൽ പോയി, ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി. ഇവിടെ ഒരു ക്ഷേത്രം നൽകിയ പോലെ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ദിവസങ്ങളിൽ പൊങ്കാലയൊക്കെ നടത്തുന്ന സമയം അവിടെയൊക്കെ ഞാൻ LDF BJP സ്ഥാനാർത്ഥികളും ഞാൻ കണ്ടവരെന്ന് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ തൊഴുതുകൊണ്ട് ഞാൻ ശരത്ചന്ദ്ര പ്രസാദാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ വോട്ട് ചെയ്യും. ഇപ്പൊ എല്ലാവരും പണ്ടത്തെ പോലെയല്ല വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നൊക്കെ പറയും. പക്ഷേ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ്, ഒരു ഫേസ് എക്സ്പ്രഷൻ നമുക്ക് കാണുമ്പോൾ അറിയാം. അതേസമയം കുറ്റപ്പെടുത്തുന്നതല്ല, മറ്റു സ്ഥാനാർത്ഥികൾ ചെന്നപ്പോ അങ്ങനെ ഒരു പ്രതികരണം ഇല്ലായിരുന്നു എന്ന് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര ഭാരവാഹികൾ എന്നോട് പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. പക്ഷെ എന്നോട് നല്ല അപ്രോച്ച് ജനങ്ങൾ എന്നോട് കാണിച്ചു. ആ ഒരു ആത്മവിശ്വാസമാണ് എന്റെ ശക്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ LDF സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. അത് തിരിച്ചടി ആകുമെന്ന പേടിയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കഴക്കൂട്ടത്ത് വരുമ്പോ LDF നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഇതിന്റെ കഥാതന്തു ഇവിടെയാണ്. അതെ, അപ്പോ കാര്യങ്ങൾ സ്മൂത്ത് ആകുമോ UDF-ന് ഈ ഒരു? UDF-ന് നമ്മളിത് BJP പറഞ്ഞതുപോലെ സുവർണാവസരം ഒന്നും ഞങ്ങൾ പറയില്ല, നമ്മളങ്ങനെ പറയില്ല. കാരണം നമ്മളൊരു വിശ്വാസത്തിൽ, ഞാൻ 28 മല ശബരിമലയിൽ പോയാണ്, ഞാനൊരു വിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ കടുവാപ്പള്ളി, ഭീമാപള്ളിയിലൊക്കെ എന്റെ അച്ഛനമ്മ നിക്കറിട്ട് കിടക്കുന്ന കാലം കൊണ്ടുപോയിട്ടുള്ളതാണ്. വെട്ടുകാട് പള്ളിയിൽ പോയി ക്രിസ്തുരാജന് മെഴുതിരി എത്തിച്ചുക്കുന്ന ആളാണ്. ഈശ്വര വിശ്വാസമാണ്, മതവിശ്വാസമല്ല. തമ്പുരാൻ ഒരാൾ മോളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. അറിയാതെ എനിക്കൊരു പോസിറ്റീവ് എനർജി എനിക്കിവിടെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ എനർജിയാണ് എന്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം വോട്ടാകും എന്നാണ് എന്റെ വിശ്വാസം. കഴക്കൂട്ടം മാത്രമല്ല, ഒരു ഭരണമാറ്റവും ഉണ്ടാകും. തീർച്ചയായിട്ടും ഭരണമാറ്റം ഉണ്ടാകും. അതിന്റെ പ്രതിധ്വനി ഇവിടെയുമുണ്ട്, കേരളത്തിലെമ്പാടുമുണ്ട്. ഭരണമാറ്റം ഉണ്ടാകും, ഇവിടെയും അതിന്റെ മാറ്റം ഉണ്ടാകും. ഈ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴേ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നോ കഴക്കൂട്ടത്തൊരു മാറ്റം വരുത്താൻ വേണ്ടി? വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു എല്ലാവരും അവസരമല്ലേ? പ്രത്യേകിച്ച് പറയില്ലെങ്കിൽ എന്റെ ഒരു 3-4 സ്ത്രീകൾ ഇങ്ങോട്ട് വന്നിട്ട് സാറേ ഞങ്ങൾ മടുത്തു കേട്ടോ, ഞങ്ങൾ മടുത്തു, അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ നിങ്ങൾ വോട്ട് ചെയ്യും. ആ പറഞ്ഞു കളിച്ച തിരക്കിപ്പോ പഴയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ലേഡിയാണ്. അങ്ങനെ ഒരുപാടുണ്ട്. BJP-യിൽ തന്നെ പഴയ ഒരു നരേന്ദ്രമോദി ഫാക്ടറൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, ഒരു മൈനസ് ഫാക്ടറാണ് കൂടുതലും ഉള്ളത്. അതുപോലെ BJP സ്ഥാനാർത്ഥിക്കും അങ്ങനെ ഒരു ഇത് പറയുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് ഞാനാണ് കേരളം എന്ന് ഞാൻ പറയുകയല്ല. എനിക്ക് അറിയുന്ന ആളുകൾ, എന്റെ ജന്മഗുണമുള്ള ഒരു സ്ഥലമാണ്. എന്റെ രാഷ്ട്രീയം ഞാൻ ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. ഞാനിന്ന് ഉച്ചയ്ക്ക് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ചെമ്പഴന്തിയിൽ പോയി ഗുരുകുലത്തിൽ പോയി പ്രാർത്ഥിച്ച് എന്നെ ചെമ്പഴന്തി കോളേജിൽ നിന്ന് വെട്ടി മൃതപ്രായരായി ഞാൻ മരിച്ചു എന്ന് ധരിച്ച് കൊണ്ടുകിടത്തിയ ചെമ്പഴന്തി കോളേജ് ജംഗ്ഷനിൽ ആ മണ്ണിൽ ഞാൻ പോയി തൊട്ട് തൊഴുതിട്ടാണ് ഞാൻ ഇവിടെ ജാഥയ്ക്കായി വന്നത്. അതാണ് എന്റെ ഒരു രക്തബന്ധം, എന്റെ ഒരു വിയർപ്പിന്റെ ഗന്ധം ഇവിടെ ഉണ്ട്. പ്രതീക്ഷയിലാണ്. അതെ താങ്ക് യു. ആ,